അല്ലെ നമുക്ക് നോക്കുമ്പോൾ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മോഹൻലാലുണ്ട്, ടൊവിനോയുണ്ട്, പൃഥ്വിരാജുണ്ട്. ഇതിനകത്ത് പൃഥ്വിരാജിന് കൂടുതൽ റോളുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റേ ലൂസിഫർ പോലെയല്ല. അതുപോലെ തന്നെ ടൊവിനോയ്ക്കും ഇതിനകത്ത് എക്സ്റ്റെൻഡഡ് റോളാണ്. കാരണം മറ്റേതിനകത്ത് ഒരു ഇൻ്റർവെൽ അടുപ്പിച്ചാണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് കൂടുതൽ സമയം ഇതിനകത്ത് ടൊവിനോയ്ക്കുണ്ട്. അതുപോലെ മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ സീൻസൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലോട്ട് നിൽക്കുന്ന രണ്ടുപേര്, മോഹൻലാൽ അല്ലാതെ രണ്ടുപേര്, മോഹൻലാൽ സൂപ്പർ സ്റ്റാർ, മറ്റേത് സൂപ്പർ സ്റ്റാറിനോട് അടുത്ത് നിൽക്കുന്ന രണ്ട് സ്റ്റാറുകളുള്ള സിനിമയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. എന്നാൽ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ നമ്മൾ നോക്കുമ്പോൾ ബസൂക്കയ്ക്കകത്ത് ആകെയുള്ള ഒരേ ഒരു സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ നമ്മുടെ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം എമ്പുരാനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരേ ഒരാളിനെ മാത്രമേ അറിയാവൂ, മമ്മൂട്ടി. അല്ലാതെ ഈ ഗൗതം വാസുദേവ് മേനോനെ അറിയാം. അത് പുള്ളി ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാളാണ്. അത് നമുക്ക് ട്രെയിലറൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതുകൊണ്ട് നമുക്കറിയാം. അല്ലാതെ അത് മമ്മൂട്ടി മാത്രമാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ. ഡീൻ ഡെന്നീസ് എന്ന് പറഞ്ഞാൽ പഴയ ഡെന്നീസ് ജോസഫിൻ്റെ മോൻ. അല്ലാതെ പുള്ളിക്ക് വേറെ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, പിന്നെ നിനക്ക് സംവിധാനം ചെയ്തോളൂ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം സംവിധാനം ചെയ്യുന്ന ഒരാൾ ഇതിൻ്റെ കഥ എഴുതിയത് ആരാണ് അറിഞ്ഞൂടാ. മിക്കവാറും ഡീനോ ഡെന്നീസ് ആയിരിക്കും അതിൻ്റെ കഥ എഴുതിയത്. അറിഞ്ഞൂടാ അതാരാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഇതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞൂടാ. ഇതിനകത്ത് അറിയാമെന്നുള്ള ഏക ഒരു ബസൂക്ക എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി മാത്രമാണ്, മമ്മൂട്ടിയാണ് നടൻ എന്ന് മാത്രം അറിയാമെന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി, സിനിമയും ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സംവിധാനം പൃഥ്വിരാജ്, കഥ മുരളി ഗോപി, പൃഥ്വിരാജ്, ടൊവിനോ, മോഹൻലാൽ, ഇതുപോലെ പടയാളികൾ ആയിരങ്ങളുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ. എന്നാൽ പടനായകനായ ഒരാൾ മാത്രം നയിക്കുന്ന ഒരു സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ. ഈ രണ്ട് സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഇതിനകത്ത് 200 കോടി രൂപ അല്ലെങ്കിൽ 400 കോടി രൂപ 300 കോടി രൂപ ഈ സിനിമയ്ക്ക് എമ്പുരാൻ കളക്ട് ചെയ്താലും ഇതിനകത്ത് 100 കോടി കളക്ഷൻ നേടിയ 3 നായകന്മാരാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. കാരണം ടൊവിനോ ARMലൂടെ 100 കോടി നേടി. അതുപോലെ തന്നെ പൃഥ്വിരാജ് ആട് ജീവിതത്തിലൂടെ 100 കോടി നേടി. അതൊക്കെ സിംഗിൾ സ്റ്റാറായി നേടിയ സിനിമയാണ്. അപ്പം അതുപോലെ മോഹൻലാൽ 100 കോടി നേടിയിട്ടുണ്ട്. അങ്ങനെ 3 പേർക്കും അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു വിജയമായിരിക്കും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. പക്ഷേ ബസൂക്ക എന്ന് പറയുന്ന സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരേ ഒരു സ്റ്റാറേ ഉള്ളൂ ആ വിജയം അവകാശപ്പെടാൻ വേണ്ടി. അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഇത് നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസൂക്ക എന്ന് പറയുന്ന സിനിമയെ ഇടിച്ചിടാൻ വേണ്ടി 2 സിനിമകൾ കൂടെ റിലീസാവുന്നുണ്ട്. ഒന്ന് ഏപ്രിൽ 10-ാം തീയതി ബസൂക്ക റിലീസാകുമ്പോൾ ഏപ്രിൽ 11-ാം തീയതി ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന നമ്മുടെ നസ്ലൻ നായകനാകുന്ന, നസ്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% വിജയം ഉറപ്പാണ്. നസ്ലിൻ്റെ സിനിമ, നസ്ലിൻ്റെ സെലക്ഷൻ, അങ്ങനത്തെ സെലക്ഷൻസ് ഉണ്ട്. അപ്പം ഏപ്രിൽ 11-ാം തീയതി നമ്മുടെ നസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാന ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 10-ാം തീയതി അന്ന് റിലീസ് ദിവസം തന്നെ നമ്മുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ ഈ സിനിമ നമുക്ക് ഫെബ്രുവരി 14-ാം തീയതിയാണ് ആദ്യം റിലീസ് ചെയ്യാൻ വെച്ചിരുന്നത്. അന്ന് നമ്മൾ പേടിച്ചത് ഏത് സിനിമയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏത് സിനിമയാണ്, ആൻ്റണി പെപ്പയുടെ ദാവീദ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പിടിച്ച് നിൽക്കാൻ മമ്മൂട്ടി സിനിമയായ ബസൂക്കയ്ക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ 2 സിനിമ ഒരുമിച്ച് റിലീസായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സിനിമയ്ക്കല്ലേ ആൾ കയറുള്ളൂ. അപ്പം ചിലപ്പോൾ അതിനാണ് കൂടുതൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നതെന്നും നമ്മൾ വിചാരിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ദാവീദ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു മിക്സഡ് താഴെയുള്ള എക്സ്പീരിയൻസ് ആണ് ലഭിച്ചത്. അതുകൊണ്ട് ആ സിനിമയ്ക്ക് അധികം കളക്ഷൻ നേടാൻ സാധിച്ചില്ല. അതുപോലെ തന്നെയാകും ചിലപ്പം ആലപ്പുഴ ജിംഖാനയ്ക്ക് ചിലപ്പം വലിയൊരു സൂപ്പർ ഹിറ്റ് ആവാൻ സാധിക്കണമെന്നില്ല. നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന സിനിമയാണ്, ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ആക്ഷൻ സിനിമയായിരുന്നു ദാവീദ്. പക്ഷേ ആ സിനിമയ്ക്ക് അത്രത്തോളം തിയേറ്ററിൽ ശോഭിക്കാൻ സാധിക്കാത്തതുപോലെ ചിലപ്പോൾ ആലപ്പുഴ ജിംഖാനയ്ക്കും അങ്ങനെ സംഭവിച്ചെന്ന് വരാം. പക്ഷേ ബസൂക്കയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അജിത്തിൻ്റെ പിറകിലോട്ടുള്ള സിനിമകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോപ്പ് ലാസ്റ്റ് വരെ ഫ്ലോപ്പാണ്. ലാസ്റ്റ് വിടാമുയർച്ച വരെയും ഫ്ലോപ്പായി നിൽക്കുന്ന ഒരു സ്റ്റാറാണ് അജിത്ത് എന്ന് പറയുന്ന നായകൻ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന നായകൻ ലാസ്റ്റ് ഡൊമിനിക്ക് തിയേറ്റർ ഫ്ലോപ്പ് ആണെങ്കിലും ബിസിനസ് വൈസ് സക്സസ് ആണെന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ താഴെ നോട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും ബിസിനസ്സിലൂടെ ഈ സിനിമയ്ക്ക് ഒരു സിനിമ പോലും മമ്മൂട്ടി കമ്പനിയുടെ സിനിമയ്ക്ക് ബിസിനസ് കൂടെ ചേർത്ത് നഷ്ടം വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതിലാർക്കും സംശയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 100% സക്സസ് റേറ്റുള്ളൊരു കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്, സ്പെഷ്യൽ. പക്ഷേ ബസൂക്ക എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയല്ല, സരിഗമയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ.
അപ്പോൾ അതിന് കൂടുതൽ പ്രൊമോഷൻ കിട്ടും. മമ്മൂട്ടി സിനിമകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മമ്മൂട്ടി കമ്പനി സിനിമകൾക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കാറില്ല. നമ്മൾ ഡൊമിനിക്കിലൊക്കെ കണ്ടാൽ ഡൊമിനിക്കിൽ ലാസ്റ്റ് വരെ ഒരു ഇൻ്റർവ്യൂവിലും പോകുന്നത് ആകെ മമ്മൂട്ടി അവിടെ വന്നത് സിനിമയ്ക്ക് ശേഷം, സിനിമ റിലീസായതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിനാണ് മമ്മൂട്ടി വന്നത്. അല്ലാതെ ഇതിനകത്ത് മമ്മൂട്ടി ഒരു പ്രൊമോഷൻ പോലും, മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി പ്രൊമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്ത കമ്പനിയാണ്. പക്ഷേ അങ്ങനെയല്ല സരിഗമ എന്ന് പറയുന്നത്. ഇനി ഒരു 10 ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യും. പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും കൂടുതലും. അപ്പം നമുക്ക് നോക്കാം, നിങ്ങളുടെ അഭിപ്രായത്തിൽ ബസൂക്കയ്ക്ക് എതിരാളികളായിട്ടുള്ള ഈ ഗുഡ് ബാഡ് അഗ്ലിയും നസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാനയ്ക്കും ബസൂക്കയെ മറിച്ചിടാൻ സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.